ഹായ് നമസ്കാരം. അറിവിന്റെ പേടകം എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളുടെ LGS മിഷൻ ഇന്ന് ആരംഭിക്കുകയാണ്. അപ്പോൾ സിലബസിന്റെ അടിസ്ഥാനത്തിലുള്ള PSC വ്യക്തമായിട്ടൊരു സിലബസ് ഒന്നല്ലേ. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഫസ്റ്റ് സബ്ജക്റ്റ് ടോപ്പിക് മുതൽ നമ്മൾ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പരീക്ഷയ്ക്ക് മുമ്പ് എല്ലാം കവർ ചെയ്യുന്ന രീതിയിലാണ് ക്ലാസ്സുകളെല്ലാം തന്നെ തരുന്നത്. അതിൽ ഞാൻ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്, സയൻസ് ഉണ്ടാവും, GK സെക്ഷൻസ്, കറണ്ട് അഫയേഴ്സ്, മാത്സ് ഉൾപ്പെടുത്തിയിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും തരുന്നത്. അപ്പോൾ തിങ്കൾ മുതൽ വെള്ളി വരെ ക്ലാസ്സുകൾ ഉണ്ടാവും. ശനിയാഴ്ച ഡിസ്കഷൻ, ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഉണ്ടാവും. ദെൻ മോക്ക് ടെസ്റ്റ്, മോഡൽ പരീക്ഷകളെല്ലാം ഉൾപ്പെടുത്തിയിട്ടായിരിക്കും നിങ്ങളുടെ മുന്നിലേക്ക് ഓരോ ദിവസവും ഞാൻ എത്തുക. ഇന്നത്തെ ക്ലാസ് നമ്മൾ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം, അതുമായി ബന്ധപ്പെട്ട റിലേറ്റഡ് ഫാക്ട്സ് ഉണ്ട്, SCERT ഉണ്ട്, NCERT എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും തരുന്നത്. അപ്പോൾ ഈ വീഡിയോയിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലേക്കും കൂടി എനേബിൾ ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് കൂടി ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ചോദ്യം നോക്കാം. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയായത് വിലയിരുത്തുക. ഓക്കെ, ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ ആദ്യത്തെ രക്തസാക്ഷി നാനാ സാഹിബ്. നാനാ സാഹിബിന്റെ പട്ടാള മേധാവിയാണ് താന്തിയ തോപ്പി. ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നറിയപ്പെടുന്നത് 1957 വിപ്ലവമാണ്. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഗൊറില്ല യുദ്ധമുറ ഉപയോഗിച്ച വിപ്ലവകാരിയാണ് താന്തിയ തോപ്പി എന്ന് പറയുന്നു. ഏതാണ് ശരി? ഓപ്ഷൻസ് ഉണ്ട്, നോക്കാം. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ ആദ്യത്തെ രക്തസാക്ഷി എന്ന് പറയുന്നത് നാനാ സാഹിബ് എന്ന് പറയുന്നു. ശരിയാണോ? അല്ല അല്ലെ. ആരാണ്? മംഗൾ പാണ്ഡെയാണ്. ആര്? മംഗൾ അല്ലെ. അപ്പൊ അത് തെറ്റാണ്. ദെൻ നാനാ സാഹിബിന്റെ പട്ടാള മേധാവി എന്ന് പറയുന്നത് താന്തിയ തോപ്പിയാണ്. അത് ശരിയാണ്. ദെൻ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നറിയപ്പെടുന്നത് 1957 വിപ്ലവം എന്ന് പറയുന്നു. ശരിയാണോ? അല്ല അല്ലെ. അത് തെറ്റാണ്. എന്താണ്? 1857. ദെൻ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഗൊറില്ല യുദ്ധമുറ ഉപയോഗിച്ച വിപ്ലവകാരിയാണ് താന്തിയ തോപ്പി എന്ന് പറയുന്നു. അതവിടെ ശരിയാണ് അല്ലെ. അപ്പൊ ഏതൊക്കെയാ ശരി? 2ഉം 4ഉം മാത്രമാണ് ശരി. പ്രസ്താവന എന്താണ്? ശരിയായത് കണ്ടെത്താനാ പറഞ്ഞത്. ആൻസർ ഏതാണ്? 1ഉം അല്ലെ. 1ഉം 3ഉം തെറ്റ്, 2ഉം 4ഉം ശരി. ഓപ്ഷൻ A ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ടുള്ള നമുക്ക് എക്സ്ട്രാ ഫാക്ട്സും കൂടെ നമ്മൾ പഠിക്കുന്നുണ്ട് കേട്ടോ. എന്താണ് നോക്കാം. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം അല്ലെ. ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നറിയപ്പെടുന്നതാണ് 1857 വിപ്ലവം. ഇന്ത്യയിൽ മുഗൾ ഭരണത്തിന്റെ പൂർണ്ണമായ പതനത്തിന് കാരണമായ വിപ്ലവമാണ് ഏത്? 1857 വിപ്ലവം അല്ലെ. ബ്രിട്ടീഷ് സൈന്യത്തിൽപ്പെട്ട ഇന്ത്യക്കാർ അറിയപ്പെടുന്നത് ശിപ്പായികൾ അല്ലെ. എന്താണ്? ബ്രിട്ടീഷ് സൈന്യത്തിൽപ്പെട്ട ഇന്ത്യക്കാർ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ശിപ്പായികൾ എന്ന പേരിൽ അറിയപ്പെടുന്നു അല്ലെ. ശിപ്പായി ലഹള എന്നൊക്കെ പറയുന്നത് ഏതാണ്? ഈ ഒരു സ്വാതന്ത്ര്യ സമരമാണ്. ദെൻ 1857 കലാപത്തെ ബ്രിട്ടീഷ് ചരിത്രകാരന്മാർ വിളിച്ചത് ഏത് പേരിലാണ്? ശിപ്പായി ലഹള എന്ന പേരിലാണ് വിളിച്ചത്. ദെൻ 1857 വിപ്ലവത്തിന്റെ കലാപകാരികളുടെ രഹസ്യ മുദ്ര എന്താണ്? ചപ്പാത്തിയും ചുവന്ന താമരയും. എന്താണ്? ചപ്പാത്തിയും ചുവന്ന താമരയും. ചപ്പാത്തി വിപ്ലവം എന്നറിയപ്പെടുന്നത് എന്താണ്? ഈ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം അല്ലെങ്കിൽ റിവോൾട്ട് ഓഫ് 1857 അല്ലെ. ദെൻ മംഗൾ പാണ്ഡെ എന്താണ് നോക്കാം. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ ആദ്യത്തെ രക്തസാക്ഷി എന്നറിയപ്പെടുന്ന ആളാണ് മംഗൾ പാണ്ഡെയാണ്. ദെൻ മംഗൾ പാണ്ഡെ ഉൾപ്പെടുന്ന സൈനിക വിഭാഗം അറിയപ്പെടുന്നതാണ് 34th ബംഗാൾ നേറ്റീവ് ഇൻഫൻട്രി റെജിമെന്റ്. എന്താണ്? മംഗൾ പാണ്ഡെ ഉൾപ്പെടുന്ന സൈനിക വിഭാഗം അറിയപ്പെടുന്ന എന്താണ്? 34ാം അല്ലെ ബംഗാൾ നേറ്റീവ് ഇൻഫൻട്രി റെജിമെന്റ് എന്നാണ്. ദെൻ ഗ്രീസ് പുരട്ടിയ വെടി ഉണ്ട ഉപയോഗിക്കാൻ വിസമ്മതിക്കുകയും ദെൻ അജൂട്ടൻ പദവി വഹിച്ചിരുന്ന ഉദ്യോഗസ്ഥരെ കൊലപ്പെടുത്തുകയും ചെയ്ത സൈനികനാരാണ്? മംഗൾ പാണ്ഡെയാണ്. ആരാണ്? മംഗൾ പാണ്ഡെയാണ്. അജൂട്ടൻ ബോക്കിനെ കൊലപ്പെടുത്തിയത് ആരാണ്? ഏത് വർഷമാണ്? 1857 മാർച്ച്
29-ാം തീയതിയാണ്. എപ്പോഴാണ് മക്കളെ? 1857 മാർച്ച് 29-ാം തീയതിയാണ്. 1857 വിപ്ലവത്തിന്റെ ഭാഗമായി മംഗൾ പാണ്ഡെയെ വധിക്കാൻ ശ്രമിച്ച ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ആരാണ്? ജെയിംസ് ഹ്യൂസൺ ആണ്. ആരാണ്? ജെയിംസ് ഹ്യൂസൺ ആണ്. 1857 മാർച്ച് മാസം 29-ാം തീയതിയാണ്. ക്ലിയർ ആണോ? ദെൻ ജെയിംസ് ഹ്യൂസനെ വധിക്കാൻ ശ്രമിച്ചതിന്റെ പേരിൽ മംഗൾ പാണ്ഡെയെ അറസ്റ്റ് ചെയ്യാൻ ഉത്തരവ് നൽകിയതാണ് ആര്? ജോൺ ഹെയ്സി ആണ്. ആരാണ്? അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കിയേ. 1857 വിപ്ലവത്തിന്റെ ഭാഗമായി മംഗൾ പാണ്ഡെ വധിക്കാൻ ശ്രമിച്ച ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് ജെയിംസ് ഹ്യൂസൺ അല്ലെ. 1857 മാർച്ച് മാസം 29-ാം തീയതിയാണ്. ദെൻ ജെയിംസ് ഹ്യൂസനെ വധിക്കാൻ ശ്രമിച്ചതിന്റെ പേരിൽ മംഗൾ പാണ്ഡെയെ അറസ്റ്റ് ചെയ്യാൻ ഉത്തരവ് നൽകിയത് ജോൺ ഹെയ്സിയാണ്. ആരാണ് മക്കളെ? ജോൺ ഹെയ്സിയാണ്. മംഗൾ പാണ്ഡെയെ ആദരിച്ചുകൊണ്ട് ഇന്ത്യ ഗവൺമെന്റ് തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷമാണ് 1984 അല്ലെ. ഏത് വർഷമാണ്? 1984 50 പൈസയുടെ സ്റ്റാമ്പിലാണ് എന്നും കൂടി ഓർത്തു വെക്കുക. ക്ലിയർ ആണോ? അപ്പൊ മംഗൾ പാണ്ഡെയുമായി ബന്ധപ്പെട്ട എല്ലാ ഫാക്ട്സും നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നെക്സ്റ്റ് എന്താണ്? നാനാ സാഹിബ് അല്ലെ. 1857 വിപ്ലവത്തിന്റെ ബുദ്ധി കേന്ദ്രം എന്നറിയപ്പെടുന്നു. പേഷ്വാ ബാജിറാവുവിന്റെ ദത്തുപുത്രൻ കൂടിയാണ് ആര്? നാനാ സാഹിബ്. ആരെയാണ്? പേഷ്വാ ബാജിറാവുവിന്റെ ദത്തുപുത്രൻ ആരാണ് മക്കളെ? നാനാ സാഹിബാണ്. നാനാ സാഹിബിന്റെ യഥാർത്ഥ നാമം എന്താണ്? ദൊണ്ടു പന്ത്. എന്താണ്? ദൊണ്ടു പന്ത് എന്നാണ്. അപ്പൊ ദൊണ്ടു പന്ത് എന്നറിയപ്പെടുന്ന ആരാണ്? നാനാ സാഹിബാണ്. കാൺപൂരിൽ 1-ാം സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയില്ലേ? കാൺപൂരിൽ എവിടെയാണ്? ഏത് സ്ഥലത്താണ്? കാൺപൂരിലാണ് 1-ാം സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് ആര്? നാനാ സാഹിബാണ്. മൂന്നാം നെപ്പോളിയൻ എന്നറിയപ്പെടുന്നു നാനാ സാഹിബാണ്. മൂന്നാം നെപ്പോളിയൻ എന്നറിയപ്പെടുന്ന നാനാ സാഹിബാണ്. ക്ലിയർ ആണോ? ദെൻ 1859 കലാപശേഷം ബ്രിട്ടീഷുകാർ നേപ്പാളിലേക്ക് നാടുകടത്തിയ വ്യക്തിയും കൂടി ആരാണ്? നാനാ സാഹിബാണ്. ഏത് വർഷമാണ്? 1859 കലാപത്തിന് ശേഷം ബ്രിട്ടീഷുകാർ നേപ്പാളിലേക്ക് നാടുകടത്തിയ വ്യക്തി കൂടിയാണ് ആര്? നാനാ സാഹിബ്. ദെൻ താന്തിയ തോപ്പി 1-ാം സ്വാതന്ത്ര്യ സമരത്തിൽ ഗൊറില്ല യുദ്ധമുറം ഉപയോഗിച്ച വിപ്ലവകാരിയാണ് ആര്? താന്തിയ തോപ്പി. താന്തിയ തോപ്പിയുടെ യഥാർത്ഥ നാമം എന്താണ്? രാമചന്ദ്ര പാണ്ഡുരംഗ. എന്താണ്? രാമചന്ദ്ര പാണ്ഡുരംഗ എന്നറിയപ്പെടുന്ന ആരാണ്? താന്തിയ തോപ്പിയാണ്. നാനാ സാഹിബിന്റെ പട്ടാളി മേധാവി കൂടിയാണ് ആര്? താന്തിയ തോപ്പി. അതുപോലെ ഝാൻസിയിൽ റാണി ലക്ഷ്മിബായിയെ സഹായിച്ചു അല്ലെ. ഝാൻസിയിൽ റാണി ലക്ഷ്മിബായിയെ സഹായിച്ചു. താന്തിയ തോപ്പിയെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് പട്ടാള മേധാവിയാണ് ആര്? സർ കോളിൻ ക്യാമ്പിൽ. ആരാണ് മക്കളെ? താന്തിയ തോപ്പിയെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് പട്ടാള മേധാവി ആരാണ്? സർ കോളിൻ ക്യാമ്പൽ ആണ്. ദെൻ താന്തിയ തോപ്പി വധിക്കപ്പെട്ട സ്ഥലം എവിടെയാണ്? ശിവപുരിയാണ്. എവിടെ? മധ്യപ്രദേശിലാണ്. എവിടെയാണ്? ശിവപുരി, മധ്യപ്രദേശിലാണ്. ഏത് വർഷമാണ്? 1859 ഏപ്രിൽ മാസം 18-ാം തീയതി. എപ്പോഴാണ്? 1859 ഏപ്രിൽ മാസം 18-ാം തീയതിയാണ് താന്തിയ തോപ്പി വധിക്കപ്പെട്ടത്. എന്ന് എവിടെയായിരുന്നു? മധ്യപ്രദേശിലെ ശിവപുരി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. താന്തിയ തോപ്പി മെമ്മോറിയൽ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഈ ശിവപുരിയിൽ തന്നെയാണ്. അപ്പോ താന്തിയ തോപ്പി മെമ്മോറിയൽ എവിടെയാ സ്ഥിതി ചെയ്യുന്നത്? ശിവപുരിയിലാണ്. താന്തിയ തോപ്പി എപ്പോഴാണ് വധിക്കപ്പെട്ടത്? 1859 ഏപ്രിൽ മാസം 18-ാം തീയതി കൂടിയാണ്. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ഇന്ത്യയുടെ 1-ാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയല്ലാത്തത് ഏത്? ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമ്മൾ അതും കൂടെ അവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ ഒരു ക്ലാസ്സിന്റെ ലിങ്ക്, അതായത് ടെലഗ്രാം ചാനൽ കൂടി ആരംഭിക്കുന്നുണ്ട്. അപ്പോൾ ഈ ക്ലാസ്സിന്റെ താഴെ ഈ കമന്റ് സെക്ഷനിൽ ഡിസ്കഷൻ ബോക്സിൽ നമ്മൾ എന്ത് ചെയ്യും? ഈ ടെലഗ്രാമിൽ ലിങ്കും കൂടി ഇട്ടിട്ടുണ്ട്. അതിലേക്ക് കയറി ജോയിൻ ചെയ്യുക. അതിൽ കയറി നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റും മോഡൽ പരീക്ഷയും PDF മെറ്റീരിയൽസ് എല്ലാം ലഭിക്കുന്നതാണ്. അതേ ക്വസ്റ്റ്യൻ ഒന്ന് കേട്ടിട്ടതാണ് കേട്ടോ.
നോക്കാം. ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ ശരിയല്ലാത്തത് ഏതാണ്? ആദ്യത്തെ രക്തസാക്ഷി ആര്? ഝാൻസി റാണി ആയിരുന്നു എന്ന് പറയുന്നു. ശരിയാണോ? അല്ല. നമ്മൾ അപ്പോഴേ പറഞ്ഞാണല്ലേ മംഗൾ പാണ്ഡെ ആണ് എന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്. ഡൽഹിയിൽ കലാപം നയിച്ചത് ബഹദൂർ ഷാ രണ്ടാമനാണ്. അത് ശരിയല്ലേ? ഡൽഹിയിൽ കലാപം ആരാണ് നയിച്ചത്? ബഹദൂർ ഷാ രണ്ടാമനാണ്. ഹിന്ദു മുസ്ലിം ഐക്യമായിരുന്നു കലാപത്തിന്റെ യഥാർത്ഥ ശക്തി. എന്താണ് കലാപത്തിന്റെ യഥാർത്ഥ ശക്തി? എന്താണ്? ഹിന്ദു മുസ്ലിം തമ്മിൽ ഐക്യമായിരുന്നു എന്ന് പറയുന്നു. അതവിടെ ശരിയാണ്. അപ്പൊ ഏതാണ് ഓപ്ഷൻ വരിക? ഓപ്ഷൻ ഏതാ വരിക? ഒന്നാമത്തെ ശരിയാണോ? അല്ല. അപ്പോ 2ഉം 3ഉം ശരി അല്ലാത്തതാണ് അല്ലെ. അപ്പൊ 1 മാത്രമാണ് ശരിയല്ലാത്തത്. ഓപ്ഷൻ ബി ആണ് ഇതിൽ ആൻസർ. ക്ലിയർ ആണോ? അടുത്ത ചോദ്യം. താഴെ പറയുന്ന പ്രസ്താവനയിൽ തെറ്റായത് വിലയിരുത്തുക. ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത് ഡൽഹൌസിയാണ് എന്ന് പറയുന്നു. ശരിയാണോ മക്കളെ? അതവിടെ ശരിയാണ് അല്ലെ. ദത്തവകാശ നിരോധന നിയമം പിൻവലിച്ചത് കോളിൻ ക്യാമ്പൽ എന്നാണ് പറയുന്നത്. ശരിയാണോ? അല്ല. ആരാണ്? കാനിങ് പ്രഭുവാണ്. ആരാണ്? കാനിങ് പ്രഭുവാണ്. ആര്? ദത്തവകാശ നിരോധന നിയമം പിൻവലിച്ചത്. അപ്പൊ ആരാണ് നടപ്പിലാക്കിയത്? ഡൽഹൌസിയാണ്. പിൻവലിച്ചത് ആരാണ്? കാനിങ് പ്രഭുവാണ്. ദത്തവകാശ നിരോധന നിയമപ്രകാരം ആദ്യം കൂട്ടിച്ചേർക്കപ്പെട്ട നാട്ടുരാജ്യമാണ് ഔദ് എന്ന് പറയുന്നു. ദത്തവകാശ നിരോധന നിയമപ്രകാരം അവസാനമായി കൂട്ടിച്ചേർക്കപ്പെട്ട നാട്ടുരാജ്യം സത്താറ എന്ന് പറയുന്നു. ശരിയാണോ? തെറ്റല്ലേ? ആദ്യം കൂട്ടിച്ചേർത്ത ഏതാണ്? സത്താറയാണ്. അവസാനമായി കൂട്ടിച്ചേർത്തത് ഔദാണ്. അപ്പൊ 2 സ്റ്റേറ്റ്മെന്റും എന്താണ്? അവിടെ തെറ്റാണ് അല്ലെ. കോളിൻ ക്യാമ്പൽ ആരായിരുന്നു മക്കളെ? കോളിൻ ക്യാമ്പൽ 1857 വിപ്ലവത്തിന് ബ്രിട്ടീഷ് സൈനിക തലവനായിരുന്നു. ആര്? ഈ കോളിൻ ക്യാമ്പൽ എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഏതൊക്കെയാണ് ശരി? അവിടെ തെറ്റായതാ ചോദിച്ചത്. അപ്പൊ 2ഉം 3ഉം 4ഉം തെറ്റാണ് അല്ലെ. ഏതൊക്കെയാണ്? 1 ശരി, 2ഉം 3ഉം 4ഉം തെറ്റ്. ഓപ്ഷൻ ഡി ആണ് അവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പൊ ആദ്യമായി നടപ്പിലാക്കിയ ഡൽഹൌസിയാണ്. അത് പിൻവലിച്ച് കാനിങ് പ്രഭുവാണ് അല്ലെ. ക്യാമ്പൽ ആരാണ്? ആരാണ്? 1857 വിപ്ലവത്തിന്റെ ബ്രിട്ടീഷ് സൈനിക തലവനാണ് ആര്? കോളിൻ ക്യാമ്പൽ. ആദ്യമായി കൂട്ടിച്ചേർത്ത് സത്താറയാണ്. അവസാനമായിട്ട് ഔദാണ് എന്നും കൂടി മനസ്സിലാക്കുക. അതുമായി ബന്ധപ്പെട്ട ഫാക്ട്സ് നോക്കാം. എന്താണ് ദത്തവകാശ നിരോധന നിയമം? ദത്തവകാശ നിരോധന നിയമപ്രകാരം അനന്തരാവകാശികൾ ഇല്ലാത്ത നാട്ടുരാജ്യത്തിന്റെ ഭരണാധികാരി മരണപ്പെട്ടാൽ ആ നാട്ടുരാജ്യത്തിന്റെ ബ്രിട്ടീഷുകാർ തങ്ങളുടെ അധീനതയിലാക്കുമെന്നാണ് കൂട്ടിച്ചേർക്കും അല്ലെ. എന്താണ് അത്? ആ അനന്തരാവകാശികൾ ഇല്ലാത്ത നാട്ടുരാജ്യത്തിന്റെ ഭരണാധികാരി മരിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആ രാജ്യത്തെ ബ്രിട്ടീഷുകാർ തങ്ങളുടെ കൈവശമാക്കുമെന്നാണ് പറയുന്നത്. ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കി ഡൽഹൌസിയാണ് മക്കൾ. ഏത് വർഷമാണ്? 1848 ദത്തവകാശ നിരോധന നിയമപ്രകാരം ആദ്യമായി നമ്മൾ പറഞ്ഞു കൂട്ടിച്ചേർക്കപ്പെട്ട നാട്ടുരാജ്യമാണ് സത്താറ അല്ലെ. അത് ഏത് വർഷമാണ്? അതും 1848 തന്നെയാണ്. അവസാനമായി കൂട്ടിച്ചേർത്തത് ഔദാണ് 1856 വർഷം. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഔദ് ബ്രിട്ടീഷ് അധീനതയിലേക്ക് കൂട്ടിച്ചേർക്കുമ്പോൾ ഔദിലെ നവാബാറായിരുന്നു വാജിബ് അലി ഷാ. ആരാണ്? വാജിബ് അലി ഷാവായിരുന്നു ബ്രിട്ടീഷ് അധീനതയിലേക്ക് കൂട്ടിച്ചേർക്കുമ്പോൾ ഔദിലെ നവാബ്. ദത്തവകാശ നിരോധന നിയമം പിൻവലിച്ചത് കാനിങ് പ്രഭുവാണ്. 1859 1847 ഡൽഹൌസി കൊണ്ടുവന്നു അല്ലെ. ഇത് പിൻവലിച്ചത് കാനിങ് പ്രഭുവാണ് 1859. ക്ലിയർ ആണോ?
ദത്തവകാശ നിരോധന നിയമപ്രകാരം കൂട്ടിച്ചേർക്കപ്പെട്ട മറ്റു രാജ്യങ്ങൾ ഏതൊക്കെയാണ് നോക്കാം. ജയ്പൂർ 49 തന്നെയാണ്. ദെൻ സാമ്പൽപൂർ അതും 49. ഝാൻസി, നാഗ്പൂർ. അപ്പൊ ജയ്പൂരും സാമ്പൽപൂരും 1849 അതുപോലെ ഝാൻസിയും നാഗ്പൂറും 1854 കൂടി മനസ്സിലാക്കുക. ദെൻ 1857 ഒന്നാം സ്വതന്ത്ര സമരം അടിച്ചമർത്തപ്പെട്ട വർഷം ഏതാണ് മക്കളെ? 1858 ആണോ, 1863 ആണോ, 2007 ആണോ, 1972 ആണോ? നമുക്ക് നോക്കാം. ഏത് വർഷം വരിക? 1858 ആണ് അല്ലെ. എപ്പോഴാണ് അടിച്ചമർക്കപ്പെട്ടത്? 1858 ആണ്. ദെൻ 1863 പ്രത്യേകത എന്താണ്? ന്യൂഡൽഹിയിലെ കാശ്മീരി ഗേറ്റിന് സമീപം 1857 വിപ്ലവത്തിന്റെ സ്മാരകമായ അല്ലെ മ്യൂട്ടിനി മെമ്മോറിയൽ സ്ഥാപിച്ച വർഷമാണ്. എപ്പോഴാണ്? 1863. ക്ലിയർ ആണോ? എവിടെയാണ്? ഡൽഹിയിലെ കാശ്മീരി ഗേറ്റിന് സമീപം 1857 വിപ്ലവത്തിന്റെ എന്താണ് സ്മാരകമായ മ്യൂട്ടിനി മെമ്മോറിയൽ സ്ഥാപിതമായ വർഷമാണ് 1863. 1972 ഇന്ത്യക്ക് സ്വതന്ത്രം ലഭിച്ചതിന്റെ 25ാം വാർഷികത്തോടനുബന്ധിച്ച് മ്യൂട്ടിനി മെമ്മോറിയൽ അജ്ഗട്ട് എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ട വർഷമാണ്. എപ്പോഴാണ്? 1972. ക്ലിയർ ആണോ? 2007 എന്താണ്? 1857 വിപ്ലവത്തിന്റെ 150ാം വാർഷികം ഇന്ത്യ ആഘോഷിച്ച വർഷമാണ് 2007. ഓക്കെ. താഴെ പറയുന്ന പ്രസ്താവനകൾ വിലയിരുത്തി ശരിയായത് കണ്ടെത്തുക. റാണി ലക്ഷ്മിബായിയുടെ യഥാർത്ഥ നാമമാണ് മണികർണിക എന്ന് പറയുന്നു. അതവിടെ ശരിയാണോ? ശരിയാണ് അല്ലെ. ദെൻ ഝാൻസി റാണിയെ വധിച്ച് ബ്രിട്ടീഷ് പട്ടാള മേധാവിയാണ് ഹ്യൂ ഗ്രോസ് എന്ന് പറയുന്നു. അതും അവിടെ ശരിയാണ്. INA-യുടെ വനിതാ ബറ്റാലിയൻ അറിയപ്പെടുന്ന ഝാൻസി റാണി റെജിമെന്റ് എന്ന് പറയുന്നു. അതും ശരിയാണ്. വിപ്ലവകാരികളുടെ സമുന്നത നേതാവ് എന്ന് ഝാൻസി റാണിയെ വിശേഷിപ്പിച്ചത് ഹ്യൂ ഗ്രോസ് ആണ് എന്ന് പറയുന്നു. ശരിയാണോ? ശരിയാണ് അല്ലെ. അപ്പൊ അവിടെ എല്ലാം ശരിയാണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നോക്കാം. റാണി ലക്ഷ്മിബായി ഝാൻസിയിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയത് റാണി ലക്ഷ്മിബായി ആണ് അല്ലെ. ഝാൻസിയിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? റാണി ലക്ഷ്മിബായി ആണ്. റാണി ലക്ഷ്മിബായിയുടെ യഥാർത്ഥ നാമം മണികർണിക അല്ലെങ്കിൽ മനുബായി. അപ്പൊ മനുബായി അല്ലെങ്കിൽ മണികർണിക എന്ന പേരിൽ അറിയപ്പെടുന്ന ആരാണ്? റാണി ലക്ഷ്മിബായി ആണ്. 1857 വിപ്ലവത്തിന്റെ ഝാൻസി റാണി ഉൾപ്പെടാൻ കാരണമായ സംഭവം ഏതാണ്? മക്കളെ സംഭവം? ദത്തവകാശ നിരോധന നിയമപ്രകാരം ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? ഝാൻസിയെ പിടിച്ചടക്കാൻ ശ്രമിച്ചത് കൊണ്ടാണ് 1857 വിപ്ലവം ഝാൻസി റാണി ഉൾപ്പെടാനുള്ള മെയിൻ റീസൺ എന്നും കൂടി മനസ്സിലാക്കുക. 1857 വിപ്ലവത്തിന് ജവാൻ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്ന ആരാണ് മക്കളെ? പറഞ്ഞേ. 1857 വിപ്ലവത്തിന്റെ ജവാൻ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്ന റാണി ലക്ഷ്മിബായി ആണ്. ഝാൻസി റാണിയെ വധിച്ച് ബ്രിട്ടീഷ് മേധാവിയാണ് ഹ്യൂ ഗ്രോസ്. എവിടെ വെച്ചാ വധിച്ചത്? ഗോളിയാറിൽ വെച്ചാണ്. എവിടെ വെച്ചാണ്? ഗോളിയാറിൽ വെച്ചാണ്. വിപ്ലവകാരികളുടെ സമുന്നത നേതാവ് എന്ന് ഝാൻസി റാണിയെ വിശേഷിപ്പിച്ചതും കൂടി ഹ്യൂ ഗ്രോസ് ആണ്. കൊന്ന ആള് തന്നെയാണ് എന്ത്? വിപ്ലവകാരികളുടെ സമുന്നത നേതാവ് എന്ന് ഝാൻസി റാണിയെ വിശേഷിപ്പിച്ചതും എവിടെ വെച്ചായിരുന്നു? ഗോളിയാറിൽ വെച്ചായിരുന്നു. ഝാൻസി റാണിയുടെ കുതിരകൾ ഏതൊക്കെയാണ്? ബാദൽ, സാരംഗി, പവൻ. 3 മനസ്സിലാക്കി വെക്കുക. ബാദൽ, സാരംഗി, പവനക്കാരിയാണ് ഝാൻസി റാണിയുടെ കുതിരയാണ്. കലാപ സമയത്ത് ഝാൻസി റാണി സഞ്ചരിച്ച കുതിര ഏതാണ്? അത് ഈ ബാദലാണ്. 3-1 എല്ലാം കൂടി സഞ്ചരിക്കാൻ പറ്റുമോ? ഇല്ല അല്ലെ. അപ്പൊ എന്താണ്? കലാപ സമയത്ത് ഝാൻസി റാണി സഞ്ചരിച്ച കുതിര എന്താണ്? ബാദലായിരുന്നു. ചബേലി എന്ന പേരിൽ അറിയപ്പെട്ട വിപ്ലവകാരി കൂടിയാണ് ആര്? ഝാൻസി റാണിയാണ്. ചബേലി എന്ന പേരിൽ അറിയപ്പെട്ട വിപ്ലവകാരി കൂടിയാണ് ഝാൻസി റാണിയാണ്.
എപ്പോഴാണ് ഝാൻസി റാണി വധിക്കപ്പെട്ടത്? 1858 ജൂൺ മാസം 18-ാം തീയതി. എപ്പോഴാ മക്കളെ? 1858 ജൂൺ മാസം 18-ാം തീയതിയാണ് INA-യുടെ വനിതാ ബറ്റാലിയൻ അറിയപ്പെടുന്ന എന്താണ്? ഝാൻസി റാണി റെജിമെന്റ് അല്ലെ. റാണി ലക്ഷ്മി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? ഗോളിയാർ. വധിക്കപ്പെട്ട സ്ഥലത്ത് തന്നെയാണ് എന്ത് ഈ ഫിസിക്കൽ എഡ്യൂക്കേഷൻ സ്ഥിതി ചെയ്യുന്നു കൂടി ഓർത്തു വെക്കുക. ദെൻ ലക്ഷ്മിബായ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ നോർത്ത് ഈസ്റ്റ് റീജിയണൽ സെന്റർ ആണ് ഗുവാഹത്തി, ആസാം. അപ്പൊ ശ്രദ്ധിക്കുക, മാറിപ്പോകരുത്. എഡ്യൂക്കേഷൻ സ്ഥിതി ചെയ്യുന്ന ഗോളിയാറാണ്. നോർത്ത് ഈസ്റ്റ് റീജിയണൽ സെന്റർ എവിടെയാണ് മക്കളെ? ഗുവാഹത്തി, ആസാം ആണ്. ക്ലിയർ ആണോ? ദെൻ ലക്ഷ്മിബായ് കോളേജ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ തിരുവനന്തപുരമാണ്. അപ്പൊ ഒരുപാട് സംഭവമുണ്ട്, മാറിപ്പോയാൽ നമ്മുടെ മാർക്ക് അവിടെ പോകും. അപ്പൊ ലക്ഷ്മിബായ് നാഷണൽ കോളേജ് ഓഫ് എഡ്യൂക്കേഷൻ സ്ഥിതി ചെയ്യുന്ന തിരുവനന്തപുരമാണ്. ഝാൻസി റാണി മറൈൻ നാഷണൽ പാർക്ക് ആൻഡമാൻ ആണ്. അപ്പൊ മറൈൻ ആണെങ്കിൽ എന്താണ് മറക്കില്ല, മറൈൻ ആൻഡമാൻ ആണ്. ദെൻ ഝാൻസി നഗരം ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് UP അല്ലെ, ഉത്തർപ്രദേശ് ആണ്. എവിടെയാണ് 1857 വിപ്ലവം നടന്ന്? മീററ്റ്, UP അല്ലെ. നമ്മൾ മെയിനായ കാര്യമാണ്, വരുന്നുണ്ട് കേട്ടോ. അപ്പോ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നാഷണൽ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ലക്ഷ്മിബായ് നാഷണൽ ആണെങ്കിൽ ഗോളിയാറാണ്. ദ നോർത്ത് ഈസ്റ്റ് റീജിയണൽ സെന്റർ ആണെങ്കിൽ ഗുവാഹത്തിയാണ്. നാഷണൽ കോളേജ് ആണെങ്കിൽ തിരുവനന്തപുരം, മറൈൻ ആണെങ്കിൽ ആൻഡമാന്, നഗരം എവിടെയാണ്? UP ആണ്. ഓക്കെ, താഴെ തന്നിരിക്കുന്നതിൽ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് നോക്കാം. കർഷകരുടെ ദുരിതങ്ങൾ, കരകൗശല തൊഴിലാളികളുടെ ദാരിദ്ര്യം, രാജാക്കന്മാരുടെ പ്രശ്നങ്ങൾ, ശിപ്പായിമാരുടെ ദുരിതങ്ങൾ. ഏതാണ് ആൻസർ വരിക? ഒന്നാണോ? ഒന്നാമത്തെ ഓപ്ഷൻ ആണോ? രണ്ടാണോ? മൂന്നാണോ? നാലാണോ? ആൻസർ ഏതാണ് മക്കളെ? ഓപ്ഷൻ D ആണ് വരിക അല്ലെ. എല്ലാ കാരണങ്ങളും ഉണ്ട്. എന്തൊക്കെയാണ്? ഇവയെല്ലാമാണ്. ക്ലിയർ ആണോ? ദെൻ ഒന്നാം സ്വാതന്ത്ര്യ സമരം ഉണ്ടാകാനിടയായ കാരണങ്ങൾ എന്തൊക്കെയാ നോക്കാം. സൈനികർക്ക് പുതിയതായി നൽകിയ എൻഫീൽഡ് തോക്കുകളിൽ ഉപയോഗിക്കുന്ന തിരകളിൽ പശുവിന്റെയും പന്നിയുടെയും കൊഴുപ്പ് അവിടെ ഉപയോഗിച്ചത് കൊണ്ട് തുച്ഛമായ ശമ്പളം ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരിൽ നിന്നും നേരിട്ട് അവഹേളനം കൂടിയാണ് ഇതിന് മെയിൻ ആയിട്ടുള്ള റീസൺ. ഏതൊക്കെയാണ്? അപ്പൊ സൈനികർക്ക് പുതിയ നൽകിയ തോക്കിൽ തിരകളിൽ പശുവിന്റെയും അതുപോലെ പന്നിയുടെ ഒക്കെ കൊഴുപ്പ് അവിടെ ഉപയോഗിച്ചു. പിന്നെ വളരെ തുച്ഛമായിട്ടുള്ള സാലറി ആയിരുന്നു. ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ നേരിട്ട് വളരെ ഇതായിട്ടുള്ള അവഗണന കൂടിയായിരുന്നു ഇതിന് മെയിൻ ആയിട്ടുള്ള റീസൺ. അടുത്ത ചോദ്യം നോക്കാം. ചേരുംപടി ചേർക്കുക. കാൺപൂരിൽ റാണി ലക്ഷ്മിബായ്, ഓപ്ഷൻ A സെക്ഷൻ നോക്കാം. കാൺപൂർ, ഝാൻസി, മധുര, ആസാം, ബറേലി. ബിയിലാണെങ്കിൽ എന്താണ്? റാണി ലക്ഷ്മിബായ്, മണിറാം ദത്ത, നാനാ സാഹിബ്, ഖാൻ ബഹദൂർ ഖാൻ, ദേവി സിംഗ്. അല്ലെ, കലാപം സ്ഥലങ്ങളും നയിച്ചത് ആരൊക്കെയാണ് എന്നാണ് ചോദ്യം. ഏതാണ് മക്കളെ ആൻസർ വരിക? ഓപ്ഷൻ A ആണ് വരിക അല്ലെ. ഏതാണ്? ഓപ്ഷൻ A ആണ് വരിക. ഒന്നാമത്തെ ഏതായിരുന്നു? കാൺപൂരില് നാനാ സാഹിബ് ആയിരുന്നു അല്ലെ. ഝാൻസിയിലാണെങ്കിൽ നമ്മൾ അപ്ലൈ പറഞ്ഞു റാണി ലക്ഷ്മിബായ് ആണ്. അവിടെ കൈകടത്തിയത് കൊണ്ടാണ് അല്ലെ ഝാൻസി റാണി അത് ഇറങ്ങി പുറപ്പെട്ടത് പറഞ്ഞു അല്ലെ. മധുരയിൽ എന്താണ്? മധുരയിൽ ദേവി ഉണ്ടെന്ന് ആലോചിക്കുക, ദേവി സിംഗ് ആണ്. ആസാമില് മണിറാം ദത്ത, ബറേലിയില് ഖാൻ ബഹദൂർ ഖാൻ ആണ് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. ക്ലിയർ ആണോ? അപ്പൊ ഓപ്ഷൻ A ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. 1857 വിപ്ലവത്തിന്റെ നേതാക്കന്മാരും അവരുടെ കേന്ദ്രങ്ങളും കൂടി ബാക്കിയും കൂടെ നോക്കാം. കാൺപൂരിലാണ് ആരാണ്? നാനാ സാഹിബാണ് നമ്മൾ പറഞ്ഞു അല്ലെ. ഡൽഹിയില് ബത്ത് ഖാനുമുണ്ട്, ബഹദൂർ ഷാ രണ്ടാമനുണ്ട്. എക്സാമിന് ഉറപ്പായിട്ടും ചോദിക്കുന്ന ഒരു ചോദ്യം തന്നെയാണ്. മാത്ത് ദ ഫോളോയിങ് ആയൊരു ചോദ്യം എല്ലാ പരീക്ഷയ്ക്കും ഈ ഒരു PSCയുടെ സിലബസ് ഇവിടെ ഉണ്ടോ അതിലൊരു ചോദ്യം എന്തായാലും ഉണ്ടാവും. അപ്പൊ നന്നായി ശ്രദ്ധിക്കുക. അപ്പൊ കാൺപൂരിൽ ആരാണ്? നാനാ സാഹിബാണ്. ഡൽഹിയില് ബത്ത് ഖാനുണ്ട്, ബഹദൂർ ഷാ രണ്ടാമനുണ്ട്. ഝാൻസി ഗോളിയാറില് റാണി ലക്ഷ്മിബായ് അല്ലെ. ഝാൻസിയും ഗോളിയാറിലും റാണി ലക്ഷ്മിബായ് ആണ്. ഫൈസാബാദ് മൗലവി അഹമ്മദുള്ള. ഫൈസാബാദ് എവിടെയാണ്? അവിടെ മൗലവി അഹമ്മദുള്ള. മീററ്റില്
കഥം സിംഗ് ആണ്. മീററ്റില് കഥം സിംഗ് ആണ്. അലഹബാദ് ലിയാഖത്ത് അലി. അലഹബാദില് ലിയാഖത്ത് അലി. മധുര നമ്മൾ പറഞ്ഞു ദേവി സിംഗ് ആണ്. ഗോളിയാറില് താൻദിയ തോപ്പി ഉണ്ട് കേട്ടോ. അപ്പൊ ഇവിടെ റാണി ലക്ഷ്മി ബായി ഉണ്ട്, ഇവിടെ ഗോളിയാർ സെപ്പറേറ്റ് ആയിട്ട് താൻദിയ തോപ്പി ഉണ്ട്. ദെൻ കോട്ട ജയ് ദയാൽ. കോട്ടയിൽ ആരാ മക്കളെ? ജയ് ദയാൽ. ഹരിയാന റാവു തുലറാം. ആസാമിൽ നമ്മൾ പറഞ്ഞു മണിറാം ദത്ത എന്ന് പറഞ്ഞു അല്ലെ. ഹരിയാനയില് റാവു തുലറാം ആണ്. ബറോട്ട് പർഖാന. ബറോട്ട് പർഖാനില് ഷാമാള്. ബറോട്ട് പർഖാനില് ഷാമാളാണ്. അപ്പൊ മാറിപ്പോണ്ട, നന്നായിട്ട് ഈ ഭാഗം ഒന്ന് വായിച്ചു പോവുക മക്കൾ കേട്ടോ. അറിയാത്തൊരു നോട്ട് എഴുതി വെക്കുക. ലക്നൗ, ആഗ്ര, ഔദ്, അയോധ്യ, 4 സ്ഥലത്ത് ബീഗം ഹസ്രത്ത് മഹൽ. ആരൊക്കെയാണ്? ലക്നൌവിലും ആഗ്രയിലും ഔദും അയോധ്യയിലും ആരായിരുന്നു? ബീഗം ഹസ്രത്ത് മഹാലാണ് എന്നും കൂടി ഓർത്ത് വെക്കുക. ദെൻ ബീഹാർ ജഗദീഷ്പൂർ ആരാ? കൻവർ സിംഗ് ആണ്. ബീഹാറിലും ബീഹാർ ജഗദീഷ്പൂര് ആരാ? കൻവർ സിംഗ് ആണ്. ബറേലി റോഹിൽഖണ്ഡില് ഖാൻ ബഹദൂർ ഖാൻ. ബറേലി റോഹിൽഖണ്ഡിൽ ആരാ മക്കളെ? ഖാൻ ബഹദൂർ ഖാൻ ആണ്. മാൻഡസോർ എവിടെ? ഫിറോസ് ഷാ. മാൻഡസോറിൽ ഫിറോസ് ഷാ ചോദിക്കൊന്നുമില്ല, ബാക്കിയുള്ള ഭാഗം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിക്കുക. അതേപോലെ നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ തന്നെയാണ്. നോക്കാം. 1857 കലാപസ്ഥലം നേതാക്കൾ. ഇവിടെ 5 നമ്മൾ എ സെക്ഷനിൽ 4 ബി സെക്ഷനിൽ ഇപ്പൊ 5 അങ്ങനെയാണ് ഇപ്പൊ ക്വസ്റ്റ്യൻസ് വരിക. അപ്പൊ ശ്രദ്ധിക്കുക. ബറേലി, ബറോട്ട് പർഖാന, ഫൈസാബാദ്, ബീഹാർ ആരൊക്കെയാണ് എന്നാണ് ചോദ്യം. ഇതാണ് ഇവിടെ ആൻസർ വരിക. നോക്കിയേ, 8ാമത്തെ ചോദ്യം ഓപ്ഷൻ എ സെക്ഷൻ ആണ് അല്ലെ. ഓപ്ഷൻ എ സെക്ഷൻ ആണ് വരിക. നോക്കാം എങ്ങനെയാണ് ചോദ്യം നോക്കാം. ഒന്നാമത്തെ എന്താണ്? ബറേലിയില് ഖാൻ ബഹദൂർ ഖാൻ ആണ് അല്ലെ. ദെൻ ബറോട്ട് പർഖാന ഷാമാൾ ആണ്. ഫൈസാബാദ് മൗലവി അഹമ്മദുള്ള അല്ലെ. ബീഹാറില് കൻവർ സിംഗ് ആണ്. ബീഹാറില് കൻവർ സിംഗ് ആണ്. മനസ്സിലായോ? നമ്മൾ അപ്പോഴേ പറഞ്ഞു ഔദും ലാക്രിയിലൊക്കെ എന്താ ബീഗം ഹസ്രത്ത് മഹൽ പറഞ്ഞു അല്ലെ. ഓക്കെ. താഴെ പറയുന്ന പ്രസ്താവന ശരിയായത് വിലയിരുത്തുക. വിപ്ലവത്തിന്റെ പ്രധാന ഫലമായി ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിച്ചു എന്ന് പറയുന്നു. ദെൻ വിപ്ലവത്തിന് ശേഷം ബ്രിട്ടീഷുകാർ പിന്തുടർന്ന നയമാണ് ഭിന്നിപ്പിച്ചു ഭരിക്കുക എന്ന്. ദെൻ 1857 വിപ്ലവത്തിന്റെ പ്രവാചകൻ കൻവർ സിംഗ് ആണ്. മംഗൾ പാണ്ഡെ ദ റൈസിംഗ് എന്ന സിനിമയുടെ സംവിധായകൻ കേതൻ മേത്താവാണ് എന്ന് പറയുന്നു. ശരിയാണോ? വിപ്ലവത്തിന്റെ പ്രധാന ഫലമായി ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഭരണം അവസാനിപ്പിച്ചു എന്ന് പറയുന്നു. അത് ശരിയാണ്. വിപ്ലവത്തിന് ശേഷം ബ്രിട്ടീഷുകാർ പിന്തുടർന്ന നയമാണ് എന്ത്? ഭിന്നിപ്പിച്ചു ഭരിക്കുക എന്ന്. ദെൻ 1857 വിപ്ലവത്തിന്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്ന കൻവർ സിംഗ് ആണ് എന്ന് പറയുന്നു. തെറ്റല്ലേ? ആരായിരുന്നു? അസീമുല്ല ഖാനാണ്. ആരാണ് മക്കളെ? അസീമുല്ല ഖാൻ ആണ്. ദെൻ മംഗൾ പാണ്ഡെ ദ റൈസിംഗ് എന്ന സിനിമയുടെ സംവിധായകൻ കേതൻ മേത്ത എന്ന് പറയുന്നു. അത് അവിടെ ശരിയാണ്. അപ്പൊ സി മാത്രമാണ് തെറ്റ് അല്ലെ. ദെൻ 1857 വിപ്ലവത്തിന്റെ പ്രവാചകൻ അല്ലെങ്കിൽ അംബാസിഡർ എന്ന് പറയുന്നത് അസീമുല്ല ഖാൻ ആണ്. 1857 വിപ്ലവത്തിന്റെ വന്ധ്യവയോധികൻ കൂടിയാണ് ഈ അസീമുല്ല ഖാൻ ആണ്. അസീമുല്ല ഖാനാണ്. ദെൻ 1857 വിപ്ലവത്തിലെ വന്ധ്യവയോധികൻ കൻവർ സിംഗ് ആണ്. അപ്പൊ 1857 വിപ്ലവത്തിന്റെ പ്രവാചകൻ അല്ലെങ്കിൽ അംബാസിഡർ എന്ന് പറയുന്ന അസീമുല്ല ഖാൻ ആണ്. വിപ്ലവത്തിന്റെ വന്ധ്യവയോധികനാണ് കൻവർ സിംഗ് അല്ലെ. പിന്നെ തന്നെ എന്തൊക്കെയാണ് വിപ്ലവത്തിന്റെ അനന്തര ഫലങ്ങൾ കൂടി നമുക്ക് നോക്കാം. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം എന്ത് സംഭവിച്ചു? അവസാനിപ്പിച്ചു. 1858 വിക്ടോറിയ രാജ്ഞിയുടെ വിളംബരം അല്ലെ. ഏതാണ്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1858 ഇന്ത്യൻ ജനതയുടെ വിമോചനത്തിന്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നു. എന്താണ്? ഇന്ത്യൻ ജനതയുടെ വിമോചനത്തിന്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നു. 1858 വിപ്ലവത്തിന്റെ ഫലമായി
സോറി 1858 വിളംബരത്തിന്റെ ഫലമായി വിക്ടോറിയ രാജ്ഞി എന്ത് സംഭവിച്ചു? ഇന്ത്യയുടെ ഭരണാധികാരിയായി. 1858 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ബ്രിട്ടീഷ് പാർലമെന്റിൽ അവതരിപ്പിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്നു പാൽമേഴ്സ്റ്റൺ പ്രഭു. ആരാണ്? പാൽമേഴ്സ്റ്റൺ പ്രഭു ആയിരുന്നു 1858 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ബ്രിട്ടീഷ് പാർലമെന്റ് അവതരിപ്പിച്ച പ്രധാനമന്ത്രി. ദെൻ വിപ്ലവത്തിന് ശേഷം ബ്രിട്ടീഷുകാർ പിന്തുടർന്ന നയമാണ് ഭിന്നിപ്പിച്ച് ഭരിക്കുക. ഇന്ത്യയുടെ ഭരണം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ബ്രിട്ടീഷ് ക്രൗൺ ഏറ്റെടുക്കാൻ കാരണമായ നിയമം കൂടിയാണ് ഏത്? 1858 വിക്ടോറിയ രാജ്ഞിയുടെ വിളംബരം. താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ ജോഡി കണ്ടെത്തുക. ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചത് BD സവർക്കർ ആണ് എന്ന് പറയുന്നു. ശരിയാണോ മക്കളെ? അത് അവിടെ ശരിയാണ് അല്ലെ. ആഭ്യന്തര കലാപം എന്ന് പറഞ്ഞത് വില്യം ഡാൻറിമ്പിൾ എന്ന് പറയുന്നത് ശരിയാണോ? ആണോ? അല്ല, തെറ്റാണ്. ആരാ പറഞ്ഞ? SB ചൗധരിയാണ്. ആരാണ്? SB ചൗധരിയാണ് അല്ലെ. SB ചൗധരിയാണ്. വില്യം ഡാൻറിമ്പിൾ എന്താ പറഞ്ഞ? ഉയർത്തെഴുന്നേൽപ്പ്. എന്താ പറഞ്ഞ? ഉയർത്തെഴുന്നേൽപ്പ് എന്നാണ് വിശേഷിപ്പിച്ചത്. ശിപ്പായി ലഹള എന്ന് പറഞ്ഞ ജോൺ ലോറൻസ് ഇലിയാണ് എന്ന് പറയുന്നു. അത് അവിടെ ശരിയാണോ? അത് ശരിയാണ്. ദേശീയ ഉയർത്തെഴുന്നേൽപ്പ് എന്ന് പറഞ്ഞത് ജവഹർലാൽ നെഹ്റു ആണ് എന്ന് പറയുന്നു. ശരിയാണോ? അല്ല, അത് തെറ്റാണ്. ബെഞ്ചമിൻ ഡിസ്രേലിയാണ്. ആരാണ്? ബെഞ്ചമിൻ ഡിസ്രേലിയാണ് എന്ത് പറഞ്ഞത്? ദേശീയ ഉയർത്തെഴുന്നേൽപ്പ് എന്ന് പറഞ്ഞ്. ജവഹർലാൽ നെഹ്റു എന്താ പറഞ്ഞത്? ഫ്യൂഡൽ ഇന്ത്യയുടെ അവസാന ചിറകടി അല്ലെ. എന്താണ്? ഫ്യൂഡൽ ഇന്ത്യയുടെ അവസാന ചിറകടി എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? നെഹ്റു ആണ് അല്ലെ. അപ്പൊ ആഭ്യന്തര കലാപം എന്ന് വിശേഷിപ്പിച്ചത് SB ചൗധരിയാണ്. ഉയർത്തെഴുന്നേൽപ്പ് എന്ന് വിശേഷിപ്പിച്ചതാണ് വില്യം ഡാൻറിമ്പിൾ. ദേശീയ ഉയർത്തെഴുന്നേൽപ്പ് എന്ന് വിശേഷിപ്പിച്ചത് ബെഞ്ചമിൻ ഡിസ്രേലിയും അവസാന ഫ്യൂഡൽ ഇന്ത്യയുടെ അവസാന ചിറകടി എന്ന് വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. എന്തായിരുന്നു ക്വസ്റ്റ്യൻ? ശരിയായ ജോഡിയാണ് അല്ലെ. അപ്പൊ 1ഉം 3ഉം മാത്രമാണ് അവിടെ ശരി. 1857 വിപ്ലവത്തിന്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് നോക്കാം. ആഭ്യന്തര കലാപം എന്ന് വിശേഷിപ്പിച്ചത് SB ചൗധരിയാണ്. ഉയർത്തെഴുന്നേൽപ്പ് എന്ന് വിശേഷിപ്പിച്ചത് വില്യം ഡാൻറിമ്പിൾ ആണ്. ദേശീയ ഉയർത്തെഴുന്നേൽപ്പ് എന്ന് വിശേഷിപ്പിച്ചത് ബെഞ്ചമിൻ ഡിസ്രേലിയാണ്. നമ്മൾ പറഞ്ഞു ഫ്യൂഡൽ ഇന്ത്യയുടെ അവസാന ചിറകടി എന്ന് വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റുവാണ്. ആദ്യത്തേതുമല്ല, ദേശീയ തലത്തിലുമല്ല, ഈ സ്വാതന്ത്ര്യ സമരവുമല്ല എന്ന് വിശേഷിപ്പിച്ചത് RC മജുംദാർ ആണ്. ഇനീഷ്യൽ ശ്രദ്ധിക്കുക, RC മജുംദാർ ആണ്. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള സമരം എന്ന് വിശേഷിപ്പിച്ചത് താരാചന്ദാണ്. എന്താണ്? രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള സമരം എന്ന് വിശേഷിപ്പിച്ചത് താരാചന്ദാണ്. പരിഷ്കൃതവും അപരിഷ്കൃതവും തമ്മിലുള്ള സംഘർഷം എന്ന് വിശേഷിപ്പിച്ചത് TR ഹോംസ്. ആരാണ് മക്കളെ? പരിഷ്കൃതവും അപരിഷ്കൃതവും തമ്മിലുള്ള സംഘർഷം എന്ന് വിശേഷിപ്പിച്ചത് TR ഹോംസ് ആണ്. ഫ്യൂഡൽ റിവോൾട്ട് എന്ന് വിശേഷിപ്പിച്ചത് MN റോയ് ആണ്. ഫ്യൂഡൽ റിവോൾട്ട് എന്ന് വിശേഷിപ്പിച്ചത് MN റോയ് ആണ്. കൈമോശം വന്ന മഹത്വത്തെ വീണ്ടെടുക്കാനുള്ള അവസാന ശ്രമം എന്ന് പറഞ്ഞ് പെർസിവൽ സ്പിയർ. എന്താണ്? കൈമോശം വന്ന മഹത്വത്തെ വീണ്ടെടുക്കാനുള്ള അവസാന ശ്രമം എന്ന് വിശേഷിപ്പിച്ചത് പെർസിവൽ സ്പിയർ ആണ്. കാലത്തെ തിരിച്ചു വെക്കാനുള്ള യാഥാസ്ഥിതിക ഘടകങ്ങളുടെ ശ്രമം എന്ന് പറഞ്ഞത് SN സെൻ ആണ്. കാലത്തെ തിരിച്ചു വെക്കാനുള്ള യാഥാസ്ഥിതിക ഘടകങ്ങളുടെ ശ്രമം എന്ന് പറഞ്ഞ് SN സെല്ലാണ്. ചെകുത്താന്റെ കാറ്റ് എന്ന് പറഞ്ഞത് ബ്രിട്ടീഷുകാരാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ അറിയുന്നത് മക്കൾ എന്ത് ചെയ്യുക? ഓർത്തു വെക്കുക. അറിയാത്ത കാര്യങ്ങൾ ഒരു നോട്ട് പ്രിപ്പയർ ചെയ്ത് എഴുതി വെക്കുക കേട്ടോ. 1857 വിപ്ലവത്തിനെ ബന്ധപ്പെട്ട് ഡൽഹിയിലെ കശാപ്പുകാരൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഡൽഹിയെ കശാപ്പുകാരൻ എന്ന്
വിശേഷിപ്പിച്ചത് ആരാണ്? സർ കോളിൻ ക്യാമ്പൽ ആണോ? ഹെൻറി ജോൺ ടെമ്പിൾ ആണോ? ഹെൻറി ലോറൻസ് ആണോ? ജോൺ നിക്കോൾസൺ ആണോ? ആരാണ് വിശേഷിപ്പിച്ചത്? ജോൺ നിക്കോൾസൺ ആണ്. സർ കോളിൻ ക്യാമ്പൽ എന്താണ്? കാൺപൂർ, ലക്നോ, ബറേലി എന്നിവിടങ്ങളിലെ കലാപം അടിച്ചമർത്തിയ ബ്രിട്ടീഷ് ജനറൽ ആണ് ആര്? കോളിൻ ക്യാമ്പൽ. ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ചേരുംപടി ചേർക്കുക. ലക്നൗ, ഝാൻസി, ആര, ഡൽഹി. അതിൽ ആരൊക്കെയായിരുന്നു നോക്കാം. ക്യാമ്പൽ ഉണ്ട്, നിക്കോൾസൺ ഉണ്ട്, ഹ്യൂഗ്രോസ് ഉണ്ട്, വില്യം ടൈലർ ഉണ്ട്. ഏതാണ് മക്കളെ ആൻസർ വരിക? ഓപ്ഷൻ എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? ഏതാണ് ആൻസർ വരിക? ഓപ്ഷൻ എ ആണ് വരിക അല്ലെ. ഏതൊക്കെ സ്ഥലങ്ങൾ ഏതൊക്കെയായിരുന്നു ബ്രിട്ടീഷുകാർ നോക്കാം. ഒന്നാമത്തത് ഒന്ന് ലക്നൌല് ക്യാമ്പൽ തന്നെയാണ് അല്ലെ. ദെൻ ഝാൻസിയില് ഹ്യൂഗ്രോസ് ആണ്. ദെൻ ഡൽഹിയില് നിക്കോൾസൺ ആണ്. ആരയില്? വില്യം ടൈലർ തന്നെയാണ്. ക്ലിയർ ആണോ? ഓക്കെ. ഡൽഹിയിലെ കലാപം അടിച്ചമർത്തിയ ബ്രിട്ടീഷ് ജനറലാണ് നിക്കോൾസണും ഹഡ്സണും. ഡൽഹിയിലെ കലാപം അല്ലെ അടിച്ചമർത്തിയ ബ്രിട്ടീഷ് ജനറലാണ് നിക്കോൾസണും ഹഡ്സണും കൂടിയുണ്ട്. കാൺപൂരിലാണെങ്കിൽ ആരാണ്? ക്യാമ്പലും ഹാവ് ലോക്ക് ആണ്. കാൺപൂരില് ക്യാമ്പൽ ഉണ്ട്, ഹാവ് ലോക്ക് ആണ്. ഝാൻസിയിലാണെങ്കിൽ നമ്മൾ പറഞ്ഞു ഹ്യൂഗ്രോസ് ആണ്. ലക്നൗ ബറേലിയിലാണെങ്കിൽ ക്യാമ്പൽ ആണ്. ലക്നൌവിലും ബറേലിയിലും ക്യാമ്പൽ ആണ്. അപ്പൊ ഡൽഹിയിൽ ആരൊക്കെയായിരുന്നു? നിക്കോൾസണും ഹഡ്സണുമാണ് അല്ലെ. കാൺപൂരിലാണ് ക്യാമ്പലും ഹാലോക്കുമാണ്. ഝാൻസിയിൽ ഒരാള് ഹ്യൂഗ്രോസ് ആണ്. അവർ തന്നെയാണ് എന്ത്? ഝാൻസിയിലാണ് കൊന്നത്. ദെൻ ലക്നൗ ബറേലിയില് ക്യാമ്പൽ ആണ് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ 12 ക്വസ്റ്റ്യൻ ആണ്. അതുമായി ബന്ധപ്പെട്ട എല്ലാ ഫാക്ട്സും നമുക്ക് തന്നിട്ടുണ്ട്. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് റീസെന്റ് ആയിട്ട് വന്നതും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് ഞാൻ ഒരു കാര്യം പറഞ്ഞില്ലേ, SCERTയും NCERTയും കൂടെ കുറച്ച് ഫാക്ട്സ് അതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അതും കൂടി തന്നു കഴിഞ്ഞാൽ മക്കൾ ആ ഒരു ലെസണുമായിട്ട്, ആ ഒരു സിലബസുമായിട്ട്, അല്ലെങ്കിൽ ആ ഒരു ടോപ്പിക്കുമായിട്ട് സെറ്റ് ആയി കഴിഞ്ഞു. ഇനി നമുക്ക് വേറെ ഒന്നും നോക്കേണ്ട ആവശ്യം ഇല്ല. അപ്പൊ നിങ്ങൾക്ക് തെരഞ്ഞു പിടിച്ച്, അല്ലെ സമയമില്ലാത്ത മക്കളാണ് നിങ്ങൾ അല്ലെ, അപ്പൊ തെരഞ്ഞു പിടിച്ച് ബുദ്ധിമുട്ടണമെന്ന് പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിരിക്കുന്നതും കൂടി പറയുകയാണ് കേട്ടോ. നോക്കാം, പെട്ടെന്ന് ഇങ്ങോട്ട് വായിച്ചു പോവാ, ഒരുപാടൊന്നും ഇല്ല, അല്ലെങ്കിൽ മക്കളൊന്ന് വായിച്ചാലും മതി. 1857 കലാപ തുടക്കമായി ചരിത്രകാരന്മാർ നിരീക്ഷിക്കുന്ന മംഗൾ പാണ്ഡെ സംഭവമാണ്. ദെൻ ബ്രിട്ടീഷ് സൈന്യത്തിൽപ്പെട്ട ഇന്ത്യക്കാർ ശിപ്പായിമാർ എന്നാണ് അറിയപ്പെട്ടിരുന്നത് അല്ലെ. ഓരോ വരിയിലും ചിലപ്പോൾ അവിടെ ക്വസ്റ്റ്യൻ ഒളിഞ്ഞു കിടപ്പുണ്ടാവും. പരീക്ഷയ്ക്കൊക്കെ അവിടെ ചോദ്യങ്ങൾ കയറി വരാം അല്ലെ. ശിപ്പായിമാർ എന്നറിയപ്പെട്ടിരുന്നു. ബ്രിട്ടീഷുകാരുടെ ശിപ്പായിമാരോടുള്ള പെരുമാറ്റത്തിലും വിവേചനത്തിലും പ്രതിഷേധിച്ചുകൊണ്ട് മംഗൾ പാണ്ഡെ എന്ന സൈനികൻ അല്ലെ, മംഗൾ പാണ്ഡെ എന്ന സൈനികൻ തന്റെ മേലുദ്യോഗസ്ഥനായ ബ്രിട്ടീഷുകാരനെ വെടിവെച്ച് എന്ത് ചെയ്തു? പരിക്കേൽപ്പിച്ചു. ബ്രിട്ടീഷ് അധികാരികൾ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും പിന്നീട് വധശിക്ഷയ്ക്ക് വിധേയനാക്കുകയും ചെയ്തു. ബ്രിട്ടീഷ് വിരുദ്ധ കലാപത്തിന്റെ തുടക്കം മാത്രമായിരുന്നു എന്ത്? ഈ ഒരു സംഭവം. ദെൻ ബ്രിട്ടീഷുകാരുടെ ആയുധ സംഭരണശാല കൈവശപ്പെടുത്തി ആയുധങ്ങളും എടുത്തിരുന്നു കലാപം ആരംഭിച്ചത്. മേൽ സൂചിപ്പിച്ച സംഭവത്തിന് 1 മാസം കഴിയുമ്പോഴേക്കും മീററ്റിലെ 3ാം സൈനിക വിഭാഗത്തിലും അസ്വസ്ഥത തലപൊക്കി. ക്രമേണ മീററ്റ് കൺട്രോൾമെന്റിലെ മുഴുവൻ ഇന്ത്യക്കാരും ബ്രിട്ടീഷുകാർക്കെതിരെ കലാപത്തിനിറങ്ങി. ബ്രിട്ടീഷുകാരുടെ ആയുധ സംഭരണശാല കൈവശപ്പെടുത്തി ആയുധങ്ങളും എടുത്തിരുന്ന് കലാപം ആരംഭിച്ചത്. ബ്രിട്ടീഷുകാരികളെ മാത്രമല്ല അവരെ പിന്തുണച്ചിരുന്ന സാഹുകാർ ചോദിക്കും. സാഹുകാർ എന്താണ്? പണം പലിശയ്ക്ക് കൊടുക്കുന്നവർ എന്നാണ് അർത്ഥം. അപ്പൊ സാഹുകാർ പറഞ്ഞ എന്താണ്? പണം പലിശയ്ക്ക് കൊടുക്കുന്നവർ. ക്രൂരരായ ജമീന്ദാർമാർ തുടങ്ങിയവരും അവർ ആക്രമിച്ചു. മീററ്റിൽ നിന്നും കലാപകാരികൾ നേരെ ഡൽഹിയിലേക്കാണ് അവർ എത്തിയത്. ബ്രിട്ടീഷുകാരുടെ വിവിധ നയങ്ങൾ മൂലം ഭൂമിയും തൊഴിലും സമ്പത്തും നഷ്ടപ്പെട്ട കർഷകരും കൈവേലക്കാരും സാധാരണക്കാരുമെല്ലാം ഈ കലാപ
കലാപകാരികളോട് ചേർന്നു. അവർ ഡൽഹിയിലെ മുഗൾ ഭരണ കേന്ദ്രമായ ചെങ്കോട്ടക്കരികിലെത്തി. ഡൽഹിയിൽ മാത്രം ഒതുങ്ങി നിന്ന മുഗൾ ഭരണം നിയന്ത്രിച്ചെന്ന് വയോധികനായ ആരായിരുന്നു? ബഹദൂർ ഷാ രണ്ടാമനായിരുന്നു. അല്ലെ, ആരാണ്? ബഹദൂർ ഷാ രണ്ടാമനായിരുന്നു. കലാപകാരികൾ ചെങ്കോട്ടയിലേക്ക് പ്രവേശിക്കുകയും ബ്രിട്ടീഷ് വിരുദ്ധ കലാപത്തിന് നേതൃത്വം ഏറ്റെടുക്കാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെടുകയും ചെയ്തു. പിന്നെ ആദ്യം എന്ത് ചെയ്തു? അദ്ദേഹം അത് വിസമ്മതിക്കുകയെങ്കിലും കലാപകാരികളുടെ സമ്മർദ്ദം ശക്തിയായതിനാൽ അവസാനം ബഹദൂർ ഷാ എന്ത് ചെയ്തു? ആദ്യം വേണ്ട നിഷേധിച്ചു. പിന്നെ ഈ കലാപകാരികളുടെ സമ്മർദ്ദം വളരെ ശക്തമായത് ബഹദൂർ ഷാ നേതൃത്വം ഏറ്റെടുത്തു. കലാപകാരികൾ ബഹദൂർ ഷാ രണ്ടാമനെ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിച്ചു. ഷഹാൻ ഷാഹി ഹിന്ദുസ്ഥാൻ. എന്താണ്? ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിച്ചു. ഷഹാൻ ഷാഹി ഹിന്ദുസ്ഥാൻ. ക്രമേണ കലാപം ഉത്തരേന്ത്യയുടെ വിവിധ പ്രദേശങ്ങളിലേക്ക് വ്യാപിച്ചു. കലാപത്തിന്റെ രീതിയും ആരംഭവും കൂടി നോക്കാം. 1857 ആരംഭിച്ച കലാപത്തിന്റെ രീതി വളരെ വ്യത്യസ്തമായിരുന്നു. എല്ലാ സ്ഥലത്തും ഒരേ സമയത്തല്ല കലാപമൊക്കെ ആരംഭിച്ചത്. ഒരു സ്ഥലത്ത് തുടങ്ങിയ കലാപം മറ്റൊരു സ്ഥലത്ത് അറിഞ്ഞാൽ മാത്രമേ അവിടെ കലാപമൊക്കെ പൊട്ടിപ്പുറപ്പെടുകയുള്ളൂ. 1857 വിപ്ലവത്തിന് പൊതു സവിശേഷത ഉണ്ടായിരുന്നു. അവയിൽ പ്രധാനപ്പെട്ടത് എന്തൊക്കെയാ നോക്കാം. ഈ ഒരു സെക്ഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ബ്രിട്ടീഷുകാരുടെ വസതികൾ തകർക്കുക, വിദേശീയരുടെ സമ്പത്ത് കൈവശപ്പെടുത്തുക, ബ്രിട്ടീഷ് സ്ഥാപനങ്ങൾ തകർക്കുക, ട്രഷറികൾ പൈസയ്ക്ക് ഇടപാടുള്ള സ്ഥലം കൊള്ളയടിക്കുക, ജയിലുകൾ തകർക്കുക, റെയിൽവേ ലൈനുകളും ഫാക്ടറികളും തകർക്കുക. മൊത്തം അവിടെ തകർക്കലാണ് അല്ലെ. ബ്രിട്ടീഷുകാരുടെ വസതി തകർക്കാൻ പറഞ്ഞു, വിദേശ സമ്പത്തൊക്കെ ചെയ്യാൻ പറഞ്ഞു, കൊള്ളയടിക്കാൻ പറഞ്ഞു, സ്ഥാപനങ്ങൾ തകർക്കാൻ പറഞ്ഞു, ട്രഷറിയൊക്കെ കൊള്ളയടിക്കാൻ, ജയിലൊക്കെ തകർക്കുക, റെയിൽവേ ലൈനുകളും ഫാക്ടറികളൊക്കെ അവിടെ തകർക്കും. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിക്കുക കേട്ടോ. കലാപം ആരംഭിക്കുന്നതിന് കലാപകാരികൾ സ്വീകരിച്ച മാർഗങ്ങൾ വെടിമുഴക്കവും ബ്യൂഗിൾ ആലോപനവുമായിരുന്നു. കലാപകാരികളുടെ മുദ്രാവാക്യങ്ങൾ പ്രധാനമായും സംഘടിക്കുക, ഉണരുക, വിദേശികളെ പുറത്താക്കുക തുടങ്ങിയവയായിരുന്നു. ഈ മുദ്രാവാക്യങ്ങൾ പ്രധാനമായും ഹിന്ദി, ഉറുദു, പേർഷ്യൻ എന്നീ ഭാഷകളിലായിരുന്നു. ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ വരികൾ. ഹിന്ദി, ഉറുദു, പേർഷ്യൻ എന്നീ ഭാഷകളിലായിരുന്നു. ആശയവിനിമയത്തിന് കലാപകാരികൾ വ്യത്യസ്ത രീതികളാണ് സ്വീകരിച്ചത്. അതിൽപ്പെട്ട ഒന്നാണ് ചപ്പാത്തി സംഭവം അല്ലെ. ഇതോടെ കലാപങ്ങൾ ആരംഭിച്ച പല സ്ഥലങ്ങളിലും താൽക്കാലികമായെങ്കിലും ബ്രിട്ടീഷ് ഭരണം അവസാനിച്ചു. അവർ ആ ചപ്പാത്തിയിലൊക്കെ എഴുതി കൊടുക്കുന്നൊക്കെയാണ് അവിടെ പറയുന്നത്. പ്രധാനപ്പെട്ട സ്ഥലങ്ങളുടെ മാപ്പാണ് കേട്ടോ. മീററ്റ്, ഡൽഹി, അലിഗഡ്, മഥുര, ആഗ്ര, ഝാൻസി, അലഹബാദ്, ഫൈസാബാദ്, കാൻപൂർ, അവധ്, ലക്നൗ, ഗോരഖ്പൂർ. കുറച്ച് സ്ഥലങ്ങൾ നമ്മൾ മാപ്പ് അവിടെ സിയാറ്റിൽ അങ്ങനെ തൂക്കിയിട്ടതാണ്. ആരൊക്കെയാ നോക്കാം. ഇതൊക്കെ നമ്മൾ പഠിച്ച കാര്യമാണ്, ഒന്നുകൂടി നോക്കാം. അവസാനത്തെ ബഹദൂർ ഷാ സഫർ ആരാണ്? അവസാനത്തെ മുഗൾ ചക്രവർത്തി അല്ലെ. കലാപകാലത്ത് ഇന്ത്യയുടെ ചക്രവർത്തിയായി ഉയർത്തപ്പെട്ടു. സഫർ എന്ന തൂലികാനാമം. എന്താണ് മക്കളെ? സഫർ എന്ന തൂലികാനാമം 82 വയസ്സുള്ള വയോധികൻ ചെങ്കോട്ടയിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി നൽകിയ വാർഷിക പെൻഷൻ പറ്റി ജീവിച്ച വ്യക്തി കൂടിയാണ് ആര്? ബഹദൂർ ഷാ സഫർ. റാണി ലക്ഷ്മിബായ്, ഝാൻസിയിലെ രാജാവായിരുന്ന ഗംഗാധര റാവുവിന്റെ പത്നിയായിരുന്നു ആര്? റാണി ലക്ഷ്മിബായ്. യഥാർത്ഥ നാമം മണികർണിക. നമ്മൾ മനുബായ് എന്നൊക്കെ പറഞ്ഞില്ലേ. ഗംഗാധര റാവുവിന്റെ മരണത്തെ തുടർന്ന് ബ്രിട്ടീഷുകാർ ഝാൻസി പിടിച്ചെടുത്ത് റാണി ലക്ഷ്മിബായി കലാപത്തിന് പ്രേരിപ്പിച്ചു. നാനാ സാഹിബ് എന്താണ്? കാൻപൂരിൽ ബ്രിട്ടീഷ് വിരുദ്ധ കലാപത്തിന് നേതൃത്വം കൊടുത്തു. മറാത്തയിലെ അവസാനത്തെ പേഷ്വായിരുന്ന ബാജിറാവു രണ്ടാമന്റെ ദത്തുപുത്രൻ എവിടെയാണ്? മറാത്ത. അതും കൂടെ ഓർത്തു വെക്കുക. ഇംഗ്ലീഷുകാർ അദ്ദേഹത്തിന് പെൻഷൻ നിരോധിച്ചു എന്നും കൂടി മനസ്സിലാക്കുക. നാനാ സാഹിബിന്റെ വിശ്വസ്ത സേവകനായിരുന്നു ആര്? താന്തിയ തോപ്പി അല്ലെ. ബ്രിട്ടീഷ് വിരുദ്ധ കലാപത്തിന്റെ മുന്നണി പോരാളി കൂടിയായിരുന്നു. ഒളിപ്പോരിലും ഗറില്ല യുദ്ധമുറിയിലും വിദഗ്ധനായിരുന്നു ആര്? താന്തിയ തോപ്പി. ഝാൻസിയിൽ റാണി ലക്ഷ്മിബായിയെ സഹായിച്ചു എന്നും കൂടി മനസ്സിലാക്കുക.
ബീഗം ഹസരത് മഹൽ, നമ്മൾ ഔദുലം ആഗ്രയിലൊക്കെ അല്ലെ കലാപത്തിന് നേതൃത്വം നൽകി എന്ന് പറഞ്ഞു അല്ലെ. അവധിലെ ഭരണാധികാരിയായിരുന്നു വാജിബ് അലി ഷായുടെ പത്നി. ആരെയാണ്? വാജിബ് അലി ഷായുടെ പത്നി. 1856 ബ്രിട്ടീഷുകാർ വാജിബ് അലി ഷായെ കൽക്കട്ടയിലേക്ക് നാടുകടത്തിയതിനെ തുടർന്ന് അവധിൽ ബ്രിട്ടീഷ് വിരുദ്ധ കലാപത്തിന് നേതൃത്വം നൽകി എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. ഇത് തന്നെ കൻവർ സിംഗ് ആറാ ജഗദീഷ്പൂരിലാണ്. മൗലവി അഹമ്മദുല്ല ഫൈസാബാദാണ്. ജനറൽ ഭക്ത്ഖാൻ ഡൽഹി. ബിർജീസ് ഗാദർ അവധാരാണ് മക്കളെ, ഇതൊന്ന് മനസ്സിലാക്കി വെക്കുക. ബിർജീസ് ഗാദർ അവധാണ്. ദെൻ കലാപത്തിന്റെ കാരണങ്ങളെ, കോസസ് ഓഫ് ദ റിവോൾട്ട് നോക്കാം. 1700 ശ്രദ്ധിക്കുക, 1757 മുതൽ 1857 വരെ ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ നടപ്പാക്കിയ ആക്രമണ നയങ്ങളിലൂടെയും പിടിച്ചെടുക്കൽ നയത്തിലൂടെയും ഇന്ത്യയുടെ ഒട്ടുമുക്ക പ്രദേശങ്ങളും പ്രത്യക്ഷമായോ പരോക്ഷമായോ ബ്രിട്ടീഷ് ഇന്ത്യയോട് ചേർക്കപ്പെട്ടു. ഈ സാമ്രാജ്യ നവീകരണത്തിൽ അധികാരം നഷ്ടപ്പെട്ടവർ, കൃഷിഭൂമി നഷ്ടപ്പെട്ടവർ, സമ്പത്ത് നഷ്ടപ്പെട്ടവർ, തൊഴിൽ നഷ്ടപ്പെട്ടവർ തുടങ്ങിയ അനേകം പേരുണ്ടായിരുന്നു. ഇങ്ങനെ വിവിധ വിഭാഗങ്ങൾ ജനങ്ങൾക്ക് ഉണ്ടായ അസംതൃപ്തിയും വെറുപ്പുമാണ് എന്ത് സംഭവിച്ചത്? 1857 ലഹളയായി പൊട്ടിപ്പുറപ്പെട്ടത്. അപ്പൊ ഈ ഒരു സെക്ഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇപ്പൊ ക്വസ്റ്റ്യൻസ് എങ്ങനെയാ ചോദിക്കാന്നൊരു പിടുത്തൂല അല്ലെ. ചിലപ്പോൾ ഓരോ വരി എന്നാണ് കഴിഞ്ഞ എക്സാം ഒക്കെ നോക്കുമ്പോൾ ക്വസ്റ്റ്യൻസ് വന്നത്. LGS ആണെങ്കിലും സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് എല്ലാം പ്രതീക്ഷിച്ചോ. ഇപ്പൊ റീസെന്റ് ആയിട്ട് കുറേ LGS ഇമാനും ഒക്കെ കുറെ പരീക്ഷ ഉണ്ടായിരുന്നു. അതിലൊക്കെ LGS ക്വസ്റ്റ്യൻ നല്ലോണം ഉണ്ട്. ഓരോ വരിയിലുമാണ് ചിലപ്പോൾ ചോദ്യകർത്താവ് അവിടെ ചോദ്യങ്ങൾ ഇടുക. പ്രതീക്ഷിച്ചിരിക്കുക. ഓരോ വരിയും നമ്മൾ ഡീപ്പായിട്ട് പഠിച്ചേ പറ്റൂ. അതിനുവേണ്ടിയാണ് ഞാൻ SCERT NCERT ഒക്കെ തരുന്നത് കേട്ടോ. ദെൻ സാമ്പത്തികം, സാമൂഹികം, രാഷ്ട്രീയം, സൈനികം തുടങ്ങിയ ഘടകങ്ങൾ ജനങ്ങളെ കലാപത്തിലേക്ക് നയിച്ചു എന്നും കൂടി ഓർത്തു വയ്ക്കുക. ദെൻ സാമ്പത്തിക കാരണങ്ങൾ, 1764 ബക്സാർ യുദ്ധത്തിന് ശേഷം ഇന്ത്യയിലെ വിവിധ പ്രദേശങ്ങൾ സ്വീകരിച്ച ഭൂനയങ്ങളും നികുതി സ്വീകരിക്കുന്ന രീതിയും മുൻ അധ്യായങ്ങൾ നമുക്ക് വേണ്ട. ദെൻ ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ സാമ്പത്തിക ഇന്ത്യയുടെ പരമ്പരാഗത കൃഷി സമ്പദ് വ്യവസ്ഥ തകർത്തു. പിന്നെ കർഷകർക്ക് ഭൂമി മേലുള്ള അവകാശങ്ങളൊക്കെ നഷ്ടപ്പെടുകയും സംഭവിച്ചു. ദെൻ വിളകൾ ഭൂരിഭാഗവും നികുതിയായി നൽകേണ്ട വന്നു. വിളകളാണ് ശ്രദ്ധിക്കുക. ദെൻ ഇന്ത്യയെ ബ്രിട്ടീഷുകാരുടെ കോളനിയായി മാറ്റിയതോടെ അവരുടെ വ്യാവസായിക ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്ന കമ്പോളം അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കുന്ന കേന്ദ്രവുമായിട്ട് ഇന്ത്യ മാറി. ഇന്ത്യ ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ കമ്പോളമായതോടെ കുടിൽ വ്യവസായങ്ങളും പരമ്പര നെയ്ത്ത് വ്യവസായങ്ങളും തകരുകയും ചെയ്തു. അനേകം പേർക്ക് തൊഴിൽ നഷ്ടപ്പെട്ടു. ഇതിന് കാരണമായ ഇംഗ്ലീഷുകാർക്കെതിരെ അസംതൃപ്തിയും വെറുപ്പുമാണ് കലാപത്തിന് കാരണമായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണം. മുഗൾ ഭരണത്തിന്റെ പ്രതാപകാലം അസ്തമിച്ചതോടെ ഇന്ത്യ നാട്ടുരാജ്യങ്ങളായി വിഭജിക്കപ്പെട്ടു. എന്നാൽ ബ്രിട്ടീഷുകാരുടെ സാമ്രാജ്യത്വ നയങ്ങൾ നടപ്പിലാക്കാൻ തുടങ്ങിയോടെ ഇവയിൽ ബഹുഭൂരിപക്ഷം അധികാരം നഷ്ടപ്പെട്ടു. നാട്ടുരാജ്യങ്ങളെ ആശ്രയിച്ച് കഴിയുന്ന ഉദ്യോഗസ്ഥർക്കും സൈനികർക്കും തൊഴിൽ നഷ്ടപ്പെട്ടു. നാട്ടുരാജാക്കന്മാരുടെ സംരക്ഷണവും പ്രോത്സാഹനം ലഭിച്ചിരുന്ന കലാകാരന്മാര്, മതനേതാക്കൾ തുടങ്ങിയ നിലനിൽപ്പൊക്കെ അപകടത്തിലായി. യൂറോപ്യൻ മാതൃകയിൽ സ്ഥാപിക്കപ്പെട്ട കോടതികൾ ബ്രിട്ടീഷുകാരുടെ ജമീന്ദാർമാരുടെയും താല്പര്യങ്ങൾ മാത്രമേ അവിടെ സംരക്ഷിച്ചിരുന്നുള്ളൂ. കൂടാതെ അഴിമതിയും സ്വജനപക്ഷപാതവും കൊണ്ട് പൊറുതിമുട്ടിയ ജനങ്ങൾ അവസാനം ഭരണകൂടത്തിനെതിരെ കലാപത്തിൽ പങ്കു ചേർന്നു. നാട്ടുരാജ്യങ്ങൾ പിടിച്ചെടുക്കുന്നതിന് വേണ്ടി ബ്രിട്ടീഷുകാർ സ്വീകരിച്ച വ്യത്യസ്ത നയങ്ങളാണ് നമ്മൾ പറഞ്ഞല്ലേ, ദത്തവകാശ നിരോധന നയവും സൈനിക സഹായ വ്യവസ്ഥയും. ഇതിലൂടെ അനേക നാട്ടുരാജ്യങ്ങൾ ബ്രിട്ടീഷുകാർ കൂട്ടിച്ചേർത്ത് കഴിഞ്ഞു. ഇങ്ങനെ അധികാരം നഷ്ടപ്പെട്ട ഭരണാധികാരികളും ഫ്യൂഡൽ പ്രഭുക്കളും കലാപത്തിന്റെ മുന്നണി പോരാളികളുമായി. ദത്തവകാശ നിരോധനം നമ്മൾ പഠിച്ചില്ല. ഡൽഹൌസി പ്രഭുവാണ് ദത്തവകാശ നിരോധനം നടപ്പിലാക്കിയത്. ഇത് പ്രകാരം ഒരു നാട്ടുരാജ്യത്തിന് പുരുഷ അനന്തരാവകാശം ഇല്ലാത്ത മരണപ്പെട്ട ചെയ്യും? ബ്രിട്ടീഷുകാർ അവർ ഇന്ത്യയോട് കൂട്ടിച്ചേർക്കപ്പെടും. സൈനിക സഹായ വ്യവസ്ഥ എന്താണ്? ആക്രമണത്തിലൂടെ അല്ലാതെ ഇന്ത്യൻ നാട്ടുരാജ്യങ്ങളെ ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർക്കുന്ന വിവിധ നയങ്ങൾ നടപ്പിലാക്കി. അത്തരത്തിൽ ഒന്നാണ് വെല്ലസ്ലി പ്രഭു കൊണ്ടുവന്ന സൈനിക സഹായ വ്യവസ്ഥ. ആരാണ്? വെല്ലസ്ലി പ്രഭുവാണ് സൈനിക സഹായ വ്യവസ്ഥ കൊണ്ട് ഈ പ്രധാന വ്യവസ്ഥകൾ ഏതെല്ലാമാണ് നോക്കാം. ഈ വ്യവസ്ഥയിൽ ഒപ്പുവെക്കുന്ന ഭരണാധികാരി
കമ്പനിയുടെ ഒരു സ്ഥിരം സൈന്യത്തെ സ്വന്തം രാജ്യത്ത് നിലനിർത്തണം. ഇമ്പോർട്ടന്റ് ആണ്. ദെൻ ഈ സൈന്യത്തിന്റെ ചെലവ് നാട്ടുരാജ്യത്തിലെ രാജാവ് നിർവഹിക്കേണ്ടതാണ്. ഈ വ്യവസ്ഥയിൽ ഒപ്പുവെച്ച പ്രദേശത്ത് സംരക്ഷണം കമ്പനി എന്ത് ചെയ്യും? ഏറ്റെടുക്കും. ഇംഗ്ലീഷുകാരുമായി അല്ലാതെ മറ്റേതെങ്കിലും രാഷ്ട്രീയമായോ ഭരണാധികാരിയുമായോ സംഭാഷണങ്ങളിലോ കരാറിലോ ഏർപ്പെടാൻ പാടില്ല എന്നും കൂടിയാണ് എന്ത് സൈനിക സഹായ വ്യവസ്ഥയുടെ പ്രധാനപ്പെട്ട വ്യവസ്ഥകൾ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഡൽഹൌസിയാണ് ആക്രമണത്തിലൂടെ അല്ലാതെ ഇന്ത്യൻ നാട്ടുരാജ്യങ്ങൾ ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർക്കുന്നതിന് വിവിധ നയങ്ങൾ നടപ്പിലാക്കി. അതാണ് എന്ത് സൈനിക സഹായ വ്യവസ്ഥ. എന്തൊക്കെയായിരുന്നു? സ്ഥിരം സൈന്യത്തെ രാജ്യത്ത് എന്ത് നിലനിർത്താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചെലവ് മൊത്തം നാട്ടുരാജാവ് നിർവഹിക്കണം. പിന്നെ സംരക്ഷണം കമ്പനി ഏറ്റെടുക്കും. പിന്നെ വേറൊന്നിലും കരാറിലൊന്നിലും ഏർപ്പെടാൻ പാടില്ല. ദെൻ സാമൂഹികമായും മതപരമായ ഘടകങ്ങൾ നോക്കാം. ബ്രിട്ടീഷുകാർ തങ്ങളുടെ വംശീയമായ മേൽക്കോയ്മയിൽ വിശ്വസിക്കുന്നവരായിരുന്നു. അതിനാൽ ഉയർന്ന ഉദ്യോഗങ്ങളിൽ നിന്നെല്ലാം ഇവർ ഇന്ത്യയെ മാറ്റി നിർത്തി. ഇന്ത്യയിൽ പരമ്പരാഗതമായി നിലനിന്നിരുന്ന വിശ്വാസങ്ങളെ ഇല്ലാതാക്കാനാണ് ബ്രിട്ടീഷുകാർ ആദ്യം ശ്രമിക്കുന്നതെന്നാണ് വളർന്നു വന്നു. ചില സാമൂഹ്യ പരിഷ്കരണ നിയമങ്ങൾ, സതി നിരോധനം, ശൈശവ വിവാഹം നിരോധനം, ഈ സംശയങ്ങളൊക്കെ വർദ്ധിപ്പിച്ചു. ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ ഭരണപരിഷ്കാരം ഇന്ത്യക്കാർ സംശയത്തോടെയാണ് കണ്ടത്. അവത് എന്താ നോക്കാം. ഡൽഹൌസിയുടെ പിടിച്ചെടുക്കൽ നയത്തിന്റെ ഫലം അനുഭവിച്ച നാട്ടുരാജ്യങ്ങളാണ് അവത്. ഇന്ത്യയിലെ സമ്പന്ന പ്രദേശങ്ങൾ ഒന്നായത് അവരുടെ ഒരു സമ്പത്ത് കൈവശപ്പെടുത്താനുള്ള ആഗ്രഹമാണ് ഡൽഹൌസിയുടെ ഒരു നാൾ നമ്മുടെ വായിൽ വീഴുന്ന ചെറിപ്പഴം എന്ന പ്രസ്താവനയിൽ ഒളിഞ്ഞിരിക്കുന്നത്. എന്താണ്? ഒരു നാൾ നമ്മുടെ വായിൽ വീഴുന്ന ചെറിപ്പഴം എന്ന് പ്രസ്താവനയിൽ ഒളിഞ്ഞിരിക്കുന്നത്. ബ്രിട്ടീഷ് സൈന്യത്തിലെ നല്ലൊരു ശതമാനം സൈനികരെയും റിക്രൂട്ട്മെന്റ് ചെയ്യപ്പെട്ടിരുന്ന അവധിൽ നിന്നും ഉത്തർപ്രദേശിൽ നിന്നായിരുന്നു. അവത് അറിയപ്പെട്ടിരുന്നത് തന്നെ ബംഗാൾ ആർമിയുടെ നഴ്സറി. എന്താണ്? ബംഗാൾ ആർമിയുടെ നഴ്സറി എന്നാണ് അവത് അറിയപ്പെട്ടിരുന്നത്. ബ്രിട്ടീഷുകാർ അവത് പിടിച്ചടക്കിയതോടെ അതുവരെയില്ലാത്ത പല പ്രയാസങ്ങളും അവിടുത്തെ ജനങ്ങൾ അനുഭവിക്കാൻ തുടങ്ങിയാണ്. അത് ഏതൊക്കെയാണ് നോക്കാം. കൊട്ടാരവുമായി ബന്ധപ്പെട്ട് അനേകം പേർക്ക് ജോലി അവിടെ നഷ്ടപ്പെട്ടു. കവികൾ, കലാകാരന്മാർ, ശില്പികൾ തുടങ്ങിയവർക്ക് തൊഴിലില്ലാതായി. കർഷകർ അമിതമായിട്ട് നികുതി നൽകേണ്ട വന്നു. താലൂക്ക് തഹസിൽമാർ അധികാരവും പദവിയൊക്കെ അവരെ നഷ്ടപ്പെട്ടു. തദ്ദേശീയമായ ഭരണവും പട്ടാളവും പിരിച്ചുവിട്ടതിനാൽ അനേകം തൊഴിൽ അവിടെ നഷ്ടപ്പെട്ടു. ദുർഭരണത്തിന്റെ പേര് പറഞ്ഞിരുന്ന ബ്രിട്ടീഷുകാർ അവധിലെ നവാബായ ആരാണ്? വാജിബ് അലി ഷായെ കൽക്കത്തയിലേക്ക് നാടുകടത്തി. വാജിബ് അലി ഷായെ ഇതിനെതിരെ ശക്തമായ ജനകീയ പ്രതിരോധം അവതിൽ വളർന്നു വന്നു. ഐക്യത്തിന്റെ കാഴ്ചപ്പാട് നോക്കാം. 1857 വിപ്ലവത്തിന്റെ സവിശേഷത ജാതി മതഭേദം എന്നീ മുഴുവൻ ഇന്ത്യക്കാരെയും ഒരുമയോടെ പ്രവർത്തിച്ചു എന്നാണ്. ബ്രിട്ടൻ എന്ന പൊതുശത്രുവിനെതിരെ ഒരുമിച്ചാണ് ഇന്ത്യക്കാർ പോരാടിയത്. മുഗൾ ചക്രവർത്തിയായ ബഹദൂർ ഷായെ ഒരു ദേശീയ പ്രതീകമായാണ് കലാപകാരികൾ കണക്കാക്കിയത്. ഈ ഐക്യം തകർത്തതിന് ബ്രിട്ടീഷുകാർ പല അടവുകളും സ്വീകരിച്ചു. ബ്രിട്ടീഷുകാരെ മാത്രമല്ല, ബ്രിട്ടീഷ് അധികാര ചിഹ്നങ്ങളായ സെമീന്ദാന്മാരെയും അവിടെ സഹായങ്ങളെ കലാപകാരെ എതിർക്കുകയും ചെയ്തു. ജമീന്ദാന്മാരുടെയും ഹുണ്ടികമാരുടെയും വീടുകൾ ആക്രമിച്ച് കണക്ക് പുസ്തകങ്ങൾ അഗ്നിക്ക് തീകൊളുത്തി എന്നാണ് പറയുന്നത്. ഡൽഹി, കാൺപൂർ, ലക്നൗ എന്നിവിടങ്ങളിൽ നിന്നും ബ്രിട്ടീഷ് ഭരണം തൽക്കാലത്തേക്ക് മാത്രമേ ഇല്ലായ്മ ചെയ്യാൻ സാധിച്ചുള്ളൂ. കലാപാനന്തരം മുഗൾ ഭരണത്തിന്റെ സംവിധാനം തുടർച്ചയായ കലാപകാരെ ലക്ഷ്യം വെച്ചത്. എന്നാൽ ബ്രിട്ടീഷുകാർ കലാപത്തെ ശക്തമായിട്ട് നേരിട്ടു. അതെന്തൊക്കെയാണ് നോക്കാം. ഉത്തരേന്ത്യയിൽ മുഴുവൻ പട്ടാള നിയമം പ്രഖ്യാപിച്ചു. കലാപ സാധ്യത ഇല്ലാതാക്കാൻ ഒരുപാട് നിയമങ്ങളൊക്കെ പാസാക്കി. ഇന്ത്യക്കാരൊക്കെ വിചാരണ ചെയ്യാനും ശിക്ഷിക്കാനും ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥ അധികാരം നൽകി. ഇംഗ്ലണ്ടിൽ നിന്നും കൂടുതൽ സൈന്യത്തെ ഇന്ത്യയിലേക്ക് എത്തിച്ചു. കലാപത്തോടെ ബ്രിട്ടീഷ് നിയമ സമീപനം നോക്കാം. കലാപകാലത്ത് ബ്രിട്ടനിൽ പൊതുജനങ്ങളുടെ വികാരം മനസ്സിലാക്കുകയും അവിടെ പ്രതികരണങ്ങളും ആരായുകയും വ്യത്യസ്ത രീതിയിലായിരുന്നു സ്വീകരിച്ചിരുന്നത്. കലാപകാരികളെ ആക്രമണകാരികളാക്കി ചിത്രങ്ങളും അതൊക്കെ രചനയൊക്കെ ഇവിടെ തയ്യാറാക്കി എന്ന് പറയുന്നുണ്ട്.
ദെൻ ബ്രിട്ടീഷ് സൈനിക ജനറൽമാരെ നായകന്മാരാക്കി 1859 ജോൺസ് ബാർക്കർ വരച്ച ലക്നൌവിന്റെ ആശ്വാസം, റിലീഫ് ഓഫ് ലക്നൗ എന്ന ചിത്രമാണ് ഇത് എന്നാണ് പറയുന്നത്. ദെൻ മരണം പ്രതീക്ഷിച്ചുകൊണ്ട് അപമാനവും ആക്രമണവും സഹിച്ചു നിൽക്കുന്ന നിസ്സഹരായ ബ്രിട്ടീഷ് വനിതകളുടെ കുട്ടികളെയുമാണ് ഈ ചിത്രം എന്നാണ് പറയുന്നത്. അതാത് കേട്ടോ. ദെൻ കലാപം എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്നും കൂടെ നോക്കാം. ഇന്ത്യയിൽ എല്ലാ സ്ഥലത്തും കലാപം വ്യാപിച്ചിരുന്നില്ല. പ്രാദേശികമായ ചില സ്ഥലങ്ങളിൽ മാത്രമേ കലാപം ശക്തമായുള്ളൂ. അതുകൊണ്ട് ഒരു പ്രധാനപ്പെട്ട ഒരു പരാജയമായിരുന്നു. ദെൻ ഇന്ത്യയിലെ എല്ലാ വിഭാഗങ്ങളും കലാപത്തിൽ സഹകരിച്ചില്ല. ഭൂരിഭാഗം നാട്ടുരാജ്യങ്ങൾ പാശ്ചാത്യ വിദ്യാഭ്യാസം നേടിയ വൻകിട കച്ചവടക്കാർ എന്നിവർ ബ്രിട്ടീഷുകാരെ പിന്തുണച്ചു. കലാപകാരികൾ ആധുനിക ആയുധങ്ങളോ സൈനിക പരിശീലനങ്ങളോ ലഭിച്ചിരുന്നവരായിരുന്നില്ല. ദെൻ കലാപത്തിന് കൃത്യമായ ഒരു ആസൂത്രണം അവിടെ ഉണ്ടായിരുന്നില്ല. കഴിവുള്ള നേതൃത്വത്തിന്റെ അഭാവം കലാപത്തിന് പരാജയത്തിന് കാരണമായി. അപ്പൊ ഇത്രയും ഫാക്ട്സ് എന്ത് ചെയ്യുക, ഒന്ന് നന്നായി നോക്കി വെക്കുക. ദെൻ ഫലങ്ങളും കൂടി നോക്കാം കേട്ടോ. ഇന്ത്യയിലെ മുഗൾ ഭരണത്തിന് അന്ത്യം കുറിച്ചു. ഇതിൽപ്പെട്ട എന്താണ്? 1857 കലാപത്തിൽ ബ്രിട്ടീഷുകാർ അടിച്ചമർത്തിയെങ്കിലും അതിന് ദുരവ്യാപകമായ ചില ഫലങ്ങൾ ഉണ്ടായിരുന്നു. ഏതൊക്കെയാ നോക്കാം. മുഗൾ ഭരണത്തിന് അന്ത്യം കുറിച്ചു. ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഭരണം അവസാനിപ്പിക്കുകയും അത് ഇന്ത്യ നേരിട്ട് ബ്രിട്ടീഷ് ഭരണത്തിൽ കീഴാവുകയും ചെയ്തു. കലാപശേഷം സാമൂഹ്യ പരിഷ്കരണങ്ങളോട് മുഖം തിരിച്ചു. ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഭിന്നിപ്പിക്കുന്ന ശ്രമങ്ങൾ എന്ത് ചെയ്തു, അവിടെ ആരംഭിച്ചു. ഇന്ത്യൻ ദേശീയതയുടെയും ദേശീയ പ്രസ്ഥാനത്തിന്റെയും വളർച്ചയ്ക്ക് സഹായം കൂടിയായി. പിന്നെ ഈ 1857 വിക്ടോറിയ രാജ്ഞിയുടെ വിളംബരത്തോടു കൂടി ഇതിന്റെ ഭാഗമായി നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ് അല്ലെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ. 12 ചോദ്യം ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട എല്ലാ ഫാക്ട്സും പറഞ്ഞിരുന്നു. പിന്നെ സൈനിക സഹായ വ്യവസ്ഥ എന്താണ്, ദത്തവകാശ നിരോധനം എന്താണ്, കലാപത്തിന്റെ പ്രധാനപ്പെട്ട റീസൺ പറഞ്ഞു, കലാപം അടിച്ചമർക്കപ്പെട്ട കാര്യങ്ങൾ, അതിന്റെ ഫലങ്ങൾ, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയായി ബന്ധപ്പെട്ട എല്ലാ ഫാക്ട്സും നമ്മൾ വിക്ടോറിയറ്റിലെ വിളംബരം, ഹ്യൂഗ്രോസ് എന്താണ്, ഝാൻസി റാണി എന്താണ് അല്ലെ, താന്തിയ തോപ്പി എന്താണ്, നാനാ സാഹിബ് എന്താണ്, വാജിബ് അലി എന്താണ്, ഏതൊക്കെ സ്ഥലത്ത് ആരൊക്കെയാണ് നേതൃത്വം നൽകിയത്, ബ്രിട്ടീഷ് ജനറൽമാർ ആരൊക്കെയാണ്, എല്ലാം നമ്മൾ ക്ലാസ് ഡിസ്കസ് ചെയ്തു. NCERTയും SCERTയും നിങ്ങളുടെ മെറ്റീരിയൽസും എല്ലാം ഉൾപ്പെടുത്തിയുള്ള ക്ലാസ് ആണ്. എനിക്ക് ഉറപ്പാണ് ഈ ഒരു ക്ലാസ് മാത്രം മതി ഒരു ടോപ്പിക്കുമായിട്ട്. അത്രയും കണ്ടൻസ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മക്കൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനോട് കൂടി പറയുക. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനിയുള്ള ദിവസം അടുത്തൊരു ടോപ്പിക്കുമായിട്ട് കാണാം. നന്ദി, നമസ്കാരം.